ആന്ധ്രയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കമാൻഡർ മദ്വി ഹിത്മ കൊല്ലപ്പെട്ടു. രാജ്യത്തെ നടുക്കിയ 26 ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് കൊല്ലപ്പെട്ട മദ്വി ഹിത്മ. മദ്വി ഹിത്മയുടെ ഭാര്യയടക്കം 6 മാവോയിസ്റ്റുകളെ കൂടി സുരക്ഷാ സേന വധിച്ചു. അഖില CP ആണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അഖില, വലിയ മാവോയിസ്റ്റ് വേട്ട തന്നെയാണോ നടന്നിരിക്കുന്നത്? കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു മാവോയിസ്റ്റ് വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ 7-ലധികം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ മദ്വി ഹിത്മയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സുരക്ഷാ സേനയ്ക്ക് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കിയ പല വലിയ ആക്രമണങ്ങളും 26ഓളം സായുധ ആക്രമണങ്ങളാണ് മദ്വി ഹിത്മ രാജ്യത്ത് നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ സുരക്ഷാ സേനയ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ച ഒരാളെയാണ് ഇന്നിപ്പോൾ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ഛത്തീസ്ഗഡിലെയും അതിർത്തിയിൽ വെച്ചിട്ടായിരുന്നു ഏറ്റുമുട്ടൽ നടന്നിരുന്നത്. അപ്പോൾ അവിടെ ഈ മദ്വിയുടെ ഭാര്യ അടക്കം രാജമ്മ ഉൾപ്പെടെയുള്ള 6 പേർ, ഭാര്യ അടക്കം 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തിയ ഒരു മാവോയിസ്റ്റ് ആയിരുന്നു ഈ മദ്വി ഹിത്മ. നമുക്കറിയാം, 2010 ദന്തേവാഡ ആക്രമണം രാജ്യത്തെ സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ദന്തേവാഡയിലേത്. 76 CRPF ഉദ്യോഗസ്ഥരാണ് അന്ന് മാത്രം കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ ബസ്തർ മേഖലയിൽ പരിശീലനത്തിനെത്തിയ CRPF ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് അന്ന് മാവോയിസ്റ്റ് ആക്രമണം നടന്നത്. അതിൽ 76 CRPF ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അതിന് തൊട്ടടുത്ത വർഷങ്ങളിൽ 2013 വലിയ രീതിയിലുള്ള രാഷ്ട്രീയക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അന്ന് നടത്തിയ ആക്രമണത്തിൽ 27 കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. 2021 സമാനമായി സുരക്ഷാ സേനയ്ക്ക് നേരെ ഈ മദ്വിയുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തലവേദന സൃഷ്ടിച്ച നേതാവിനെയാണ് ഇന്നിപ്പോൾ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് ആക്രമണങ്ങളെ, ഇത്തരത്തിൽ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായി വലിയൊരു വിജയം ഇന്നൊരു പക്ഷേ സുരക്ഷാ സേനയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് സുരക്ഷാ സേന വിലയിരുത്തുന്നത്. എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ച 26ഓളം സായുധ ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ലക്ഷ്മി.